നമസ്കാരം, എന്നെ കുഞ്ഞാണ് പോയിട്ട് സാറേ. നമസ്കാരം. നമസ്കാരമുണ്ട്. നമ്മൾ ഇന്നാളൊരു വീഡിയോ ചെയ്തിട്ടില്ലേ ആ കെയർ ഗീവറിനൊക്കെ കുറിച്ചിട്ട്? അതെ അതെ അതെ. ആ വീഡിയോ അങ്ങോട്ട് കയറി കത്തി. വെരി ഗുഡ് വെരി ഗുഡ്. അത് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ അങ്ങോട്ട് വൈറലായി. അപ്പോൾ ഒരുപാട് ആൾക്കാർ മെസ്സഞ്ചർ വഴിയൊക്കെ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിലെന്താണ് ജോലി സാധ്യത, പിന്നെ അതുപോലെ തന്നെ ഈ കെയർ ഗീവറും GN രണ്ടും എന്താണ് ഡിഫറൻറ്റ്? അപ്പോൾ ഇത് ഇപ്പോൾ എനിക്ക് വിശദീകരിച്ച് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിശദീകരണം ചോദിക്കുന്ന ആൾക്ക് നമ്മൾ കൊടുക്കണം തീർച്ചയായിട്ടും. അപ്പോൾ സാർ ഇന്ന് ചെയ്യേണ്ടത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ കെയർ ഗീവർ GN അതുപോലെ തന്നെ ഈ ഇതിൽ ജോലി സാധ്യത അതൊന്ന് ചുരുക്കി ഒന്ന് വിശദീകരിച്ചു കൊടുക്കും. ഓക്കെ, നമസ്കാരമുണ്ട്. തീർച്ചയായിട്ടും കെയർ ഗീവറും GN തമ്മിലുള്ള വ്യത്യാസവും അതിൻ്റെ ജോലി സാധ്യതയെ പറ്റി വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാം. കെയർ ഗീവർ എന്ന് പറഞ്ഞ കോഴ്സ് അപ്പനെയും അമ്മയും അല്ലെങ്കിൽ പ്രായമായ ആൾക്കാരെ നോക്കാൻ മനസ്സുള്ള ആർക്കും ഈ കോഴ്സ് ചെയ്യാവുന്നതാണ്. അതിനൊരു പരിധിയില്ല. പ്രായമുള്ളവരെ നോക്കാൻ ഒരു മനസ്സ് വേണം. അവർക്ക് ആ ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കോഴ്സ് പഠിക്കാവുന്നതാണ്. കെയർ ഗീവർ. ഓക്കെ, ഇത് പഠിക്കാൻ വേണ്ടി യോഗ്യത എന്താണ്? ക്വാളിഫിക്കേഷൻ 10 ഫെയിലും ആയിക്കോട്ടെ, നോ പ്രോബ്ലം. 10ാം ക്ലാസ് ഫെയിലും ആയിക്കോട്ടെ, അവർക്ക് പഠിക്കാം. ഇതിനകത്ത് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ബെഡഡനായിട്ടുള്ളൊരു പേഷ്യൻറ്റിനെ എങ്ങനെ ഫീഡ് ചെയ്യുന്നു, എങ്ങനെ പാമ്പർ ചേഞ്ച് ചെയ്യും, എങ്ങനെ ടെമ്പറേച്ചർ പ്രഷർ എടുക്കും, വീൽ ചെയറിൽ നിന്ന് ബെഡിലോട്ട് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യും, എങ്ങനെ ലിഫ്റ്റ് ചെയ്യും, വൂണ്ട് ഈ ഒത്തിരി നാൾ കിടന്ന് കഴിയും പുറമൊക്കെ പൊട്ടും, അങ്ങനെ വൂണ്ട് വല്ലതും ഉണ്ടെങ്കിൽ വൂണ്ട് എങ്ങനെ ക്ലീൻ ചെയ്യും, എങ്ങനെ ഡ്രസ്സ് ചെയ്യാൻ പറ്റും, ഇതെല്ലാം ബേസിക്കായിട്ടുള്ള അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. നേരം വെളുക്കുമ്പോൾ തൊട്ട് സായാഹ്നം വരെ ഉറങ്ങുന്നിടം വരെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെല്ലാം അവരെ സപ്പോർട്ട് ചെയ്യുകയാണ്, അവരെ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് കെയർ ഗിവിങ് പ്രോഗ്രാം. അഥവാ കെയർ ഗിവിങ്, കെയർ ടേക്കിംഗ്, അല്ല ഹോം കെയറിൽ, ഡൊമസ്റ്റിക്, ഇതെല്ലാം ഇതിനകത്ത് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഈ GN എന്ന് പറയുമ്പോൾ ജനറൽ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ആണ്. ഓക്കെ, ആദ്യം കെയർ ഗീവറിൻ്റെ പറയാം. കെയർ ഗീവറിൻ്റെ സർട്ടിഫിക്കേഷൻ വരുന്നത് ഡ്യുവൽ സർട്ടിഫിക്കേഷനാണ്. ഒന്ന് അമേരിക്കൻ ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ്റേതും ഒന്ന് കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഫ്രം UKയുടെയുമാണ്. ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇവർക്ക് യൂറോപ്യൻ കൺട്രീസിലും GCC കൺട്രീസിലും ഈവൻ എവിടെയും ഏത് രാജ്യത്തും വർക്ക് ചെയ്യാവുന്നതാണ്. ഈ സർട്ടിഫിക്കറ്റ് അമേരിക്കൻ ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ്റെയും കണ്ടിന്യൂസ് പ്രൊഫഷണൽ UKയുടെയും സർട്ടിഫിക്കറ്റാണ് ഡ്രീംസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് പഠിക്കാൻ വരുന്നതെന്ന് പറയുന്നത് മൈഗ്രേഷൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ വരുന്നുണ്ട്. അതേപോലെ ഇപ്പം നേഴ്സുമാർ മൈഗ്രേറ്റ് ചെയ്യുന്നു, BSc നേഴ്സുമാർ, അവരുടെ ഹസ്ബൻഡുമാർ അവിടെ പോയി കെയർ ഹോംസിലൊക്കെ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവരിത് പഠിക്കുന്നുണ്ട്. എക്സാക്ട്ലി. അതേപോലെ ഹയർ എഡ്യൂക്കേഷൻ, ഇപ്പം ഉപരിപഠനത്തിന് കുട്ടികൾ ഒത്തിരി പോകുന്നുണ്ട്. +2 കഴിഞ്ഞിട്ട് യൂറോപ്യൻ കൺട്രീസിലും അതേപോലെ കാനഡയിലും ഓസ്ട്രേലിയ, ന്യൂസിലൻഡിലൊക്കെ ഹയർ എഡ്യൂക്കേഷന് പോകുന്നുണ്ട്. അന്നേരം അവർക്ക് അവിടെ ചെന്നതിന് ശേഷം ഒരു പാർട്ട് ടൈം ജോബ് അവരുടെ സ്വപ്നമാണ്. പെട്ടെന്ന് തന്നെ അവിടുത്തെ ഡേ ടു ഡേ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി അവർക്കൊരു പാർട്ട് ടൈം, അതിന് ഈ കെയർ ഹോംസ് വളരെ യെസ്, അതിനുവേണ്ടി അവർ പെട്ടെന്ന് വന്ന് അവിടുന്ന് പോലും ഇവിടുന്ന് ചെയ്യാതെ മറന്നുപോയി ചെയ്യാൻ, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ഇത് ഓർത്ത് അവരവിടുന്ന് നമ്മളെ വിളിച്ച് ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് എക്സാം എഴുതി സർട്ടിഫിക്കേഷൻ ഓൺലൈനിലും തീർച്ചയായിട്ടും ഈ എവിടെ ഇരുന്നും, സൗദിയിൽ നിന്നാണേലും, ഇപ്പം ബഹ്റൈനിൽ നമുക്ക് ഓഫീസുണ്ട്, ചിലർ UAE നിന്ന് വിളിക്കാറുണ്ട്, ഖത്തറിൽ നിന്ന് വരാറുണ്ട്, ഒമാനിൽ നിന്ന് വരാറുണ്ട്. അങ്ങനെ എല്ലാ GCC ന്നും നാട്ടിലും ആണെങ്കിലും ഇപ്പം ഇവിടെ വീടുകളിൽ ജോലി ചെയ്യുന്നവർക്ക് വന്ന് പഠിക്കാൻ പറ്റത്തില്ല. അവരുടെ 12 അവേഴ്സും 24 അവേഴ്സും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അന്നേരം അവർക്ക് പെട്ടെന്ന് സർട്ടിഫിക്കേഷൻ്റെ കാര്യം, ഇപ്പം സർട്ടിഫിക്കേഷൻസ് ഇല്ലാതെ ഈ കെയർ ഗീവർ, കെയർ ഹോംസ് ജോലി ചെയ്യുന്നവർ വളരെ സൂക്ഷിക്കുക. എന്ന് പറഞ്ഞാൽ ഇപ്പം ഒത്തിരി വാർത്തകൾ നമ്മൾ കാര്യങ്ങളൊക്കെ അറിയാവുന്ന കേസ്, വളരെ ക്ലിയറായിട്ട് പഠിച്ച് പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റുമായിട്ട് മാത്രമേ ഈ ജോബിന് പോകാവൂ. ഇത് മനുഷ്യ ജീവനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനകത്ത് നമ്മൾ വിചാരിക്കും ടെമ്പറേച്ചർ എടുത്താൽ മതിയല്ലോ, പ്രഷർ എടുത്താൽ മതിയല്ലോ, അത് ഒരു പ്രാവശ്യം കണ്ട് ഓക്കെ എടുക്കാൻ അറിയാം, നിങ്ങൾ എടുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്സ്, അത് ജെന്യൂനായിട്ടുള്ള സർട്ടിഫിക്കറ്റ്, 5 KD കൊടുത്ത് എടുക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ല. നമ്മൾ പരീക്ഷ എഴുതി പാസ്സായി ലൈസൻസിനായുള്ള ട്രെയിനിങ് അക്കാഡമിയിൽ നിന്ന് എടുക്കുന്ന സർട്ടിഫിക്കറ്റ്സിനാണ് വാല്യൂ ഉള്ളത്. അതേപോലെ GNAയുടെ കാര്യം പറഞ്ഞു. GNA എന്ന് പറഞ്ഞാൽ ജനറൽ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ്. അതിനകത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ബേസിക്കായിട്ട് ഉള്ള കാര്യങ്ങൾ കൂടാതെ ഒരു നേഴ്സിംഗ് പ്രൊസീജിയേഴ്സാണ് പഠിപ്പിക്കുന്നത്.
നേഴ്സിംഗ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പം ട്രക്കസ്റ്റമി വരുന്നുണ്ട്, കത്രീറ്റർ ചേഞ്ചിങ് വരുന്നുണ്ട്, അതേപോലെ റൈസ് ടു ഫീഡിങ് വരുന്നുണ്ട്. അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം പഠിപ്പിക്കുന്നതിന് ഒപ്പം തന്നെ ഇവർക്ക് ഇൻറ്റേൺഷിപ്പ് ഫെസിലിറ്റീസും കൊടുക്കുകയാണ്. ഹോസ്പിറ്റലുകളിൽ, കെയർ ഹോംസിൽ, കുവൈറ്റിൽ തന്നെ, എങ്ങുമല്ല, കുവൈറ്റിൽ തന്നെ ഇൻറ്റേൺഷിപ്പ് ഹോസ്പിറ്റൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. യെസ്. എന്നിട്ട് 50 പേരെ ഇപ്പം നമ്മൾ വിടുവാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു 35 പേരെയും അവർ ഹയർ ചെയ്യുകയാണ്. അവർക്ക് അവിടെ പെർമനന്റ് ജോബാണ് കൊടുക്കുന്നത്. അവിടെ അവർക്ക് പിന്നെ നമ്മുടെ അടുത്ത് വരുന്ന എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് പഠിച്ച കുട്ടികളുണ്ടോ ഉണ്ട്, അവർക്കുള്ള ഇൻറ്റേൺഷിപ്പ് അവിടെ കൊടുക്കുമ്പോൾ ഇൻറ്റേൺഷിപ്പിന് പക്ഷേ സാലറി ഒന്നും അവർ കൊടുത്തുനിന്ന് വരില്ല. പക്ഷേ 3 മാസമോ 4 മാസമോ ഇൻറ്റേൺഷിപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവർ ഒരു BSc നേഴ്സ് പോലെ തന്നെ അവരെല്ലാ കാര്യങ്ങളും പഠിച്ച് എല്ലാ സെക്ഷനിലും അവർ പോകാൻ പറ്റും, കാര്യങ്ങൾ പഠിക്കും. പഠിച്ചതിന് ശേഷം അവർ തന്നെ അങ്ങ് ഹയർ ചെയ്യുകയാണ് അവർ. മനസ്സിലായി? അതും നല്ല സാലറിയിൽ. അപ്പോൾ ഇതിൽ ആ ജോലി സാധ്യതകൾ അങ്ങനെയാണ് ഇതിൽ വരുന്നത്. അതെ. ഇത് മാത്രമല്ല, നമ്മളൊരു പ്ലേസ്മെൻറ്റ് കൊടുക്കാതെ തന്നെ ഈ ആൾക്കാരൊക്കെ തന്നെ പ്ലേസ്ഡ് ആവുന്നത് തന്നെ കാണാൻ ഒരു ഭംഗിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും നമ്മളിപ്പോൾ സാറേ അതിൻ്റെ ജോലി സാധ്യത തന്നെ ഞാൻ പറഞ്ഞുതരാം. മനുഷ്യനുണ്ടോ ഒരു ദിവസം ഞാനും നിങ്ങളും എല്ലാം പ്രായമാവും. തീർച്ചയായിട്ടും അവനവനെ കൊണ്ട് തന്നെ അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ കെയർ ഗിവറെ വീട്ടിൽ വെക്കും, അല്ലെ ഹോം നേഴ്സിനെ വീട്ടിൽ വെക്കും. പൈസ ഉള്ളവർ ഹോം നേഴ്സിനെ വെക്കും. അല്ലാതെ അതിഥി മന്ദിരത്തിൽ പോവും, അനാഥ മന്ദിരത്തിൽ പോവും. ഇവിടെ എല്ലാം ഇതൊക്കെ തന്നെയാണ്. ശരിയാണ്. ഇത് ലോകം ഇങ്ങനെ കറക്കിക്കൊണ്ട് നമ്മൾ അത് മറ്റൊരു വരുന്ന തലമുറക്ക് ഒഴിഞ്ഞു കൊടുക്കണമല്ലോ. തീർച്ചയായിട്ടും. അല്ല, ഇത് ഒരുപാട് ആൾക്കാർ സംശയങ്ങളൊക്കെ ചോദിച്ചതുകൊണ്ട് മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം ഇതിൻ്റെ ജോലി സാധ്യതയുണ്ട്. ഇനി മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടോ ഇതിന് സാധ്യതയില്ല. മനുഷ്യനുണ്ടോ ഇതിന് സാധ്യതയുണ്ട്. പിന്നെ ജോലിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ സവാരി കുവൈത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞെങ്കിൽ ആൾക്കാർക്ക് അത് വ്യക്തമായ രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കല്. സംശയം ചോദിച്ചു കഴിഞ്ഞെങ്കിൽ ആ സംശയം കറക്റ്റ് ക്ലിയർ ആക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഏതായാലും സാറ് പറഞ്ഞത് ഒരുപാട് നന്ദി. താങ്ക് യു.